एक परदेसी मेरा दिल ले गया, जाते जाते मीठा मीठा गम दे गया। हाँ, एक परदेसी मेरा दिल ले गया, जाते जाते मीठा मीठा गम दे गया। कौन परदेसी तेरा दिल ले गया, मोटी मोटी अखियों में आंसू दे गया। होय, कौन परदेसी तेरा दिल ले गया, मोटी मोटी अखियों में आंसू दे गया। मेरे परदेसिया की यही है निशानी, अखियाँ बिलार की शीशे की जवानी। मेरे परदेसिया की यही है निशानी, अखियाँ बिलार की शीशे की जवानी। ठंडी ठंडी आँखों का सलाम दे गया, जाते जाते मीठा मीठा गम दे गया। हाँ, कौन परदेसी तेरा दिल ले गया, मोटी मोटी अखियों में आंसू दे गया। हाँ, कौन परदेसी तेरा दिल ले गया, मोटी मोटी अखियों में आंसू दे गया। ढूंढ रहे तुझे लाखों दिल वाले, कर दिया गोरी जरा आँखों से उजाले। ढूंढ रहे तुझे लाखों दिल वाले, कर दिया गोरी जरा आँखों से उजाले। आँखों का उजाला परदेसी ले गया, जाते जाते मीठा मीठा गम दे गया। हाँ, कौन परदेसी तेरा दिल ले गया, मोटी मोटी अखियों में आंसू दे गया। हाँ, एक परदेसी मेरा दिल ले गया, जाते जाते मीठा मीठा गम दे गया। उसको बुला दो, सामने ला दो, क्या मुझे दोगी जो तुमसे मिला दो। उसको बुला दो, सामने ला दो, क्या मुझे दोगी जो तुमसे मिला दो। जो भी मेरे पास था वो सब ले गया, जाते जाते मीठा मीठा गम दे गया। हाँ, कौन परदेसी तेरा दिल ले गया, मोटी मोटी अखियों में आंसू दे गया। हाँ, एक परदेसी मेरा दिल ले गया, जाते जाते मीठा मीठा गम दे गया। ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. അച്ചു ചേച്ചി, ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. അച്ചു ഈ പാട്ട് ഈ ഫ്ലോർ മൊത്തം പാമ്പുകളായിരുന്നു. ഇത് ഏത് പാമ്പായിരുന്നു അത്? എന്റെ രാജവെമ്പാല. ആ, ഇതോ എന്റേതാണല്ലേ. ഇങ്ങനെയൊക്കെ അണലി നല്ല കൊത്തായിരുന്നു രാജകുമാരൻ. ഒരു രക്ഷയില്ലാത്താണ്, സ്വൈര്യം തരാത്തൊരണലി. ഇവിടെ ഒരു പാമ്പ്. സഞ്ജയ് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ചേര ഉണ്ടായിരുന്നു. അങ്ങേ അറ്റത്തും ഒരു പാമ്പുണ്ട്, അത് പച്ചിലപ്പാമ്പ്. പച്ചിലപ്പാമ്പ്. ചോദിക്കാം. എന്നാ രാജവെമ്പാലൻ തുടങ്ങാം. ഇപ്പൊ എന്നെ അങ്ങനെ എം ജി ആക്കിയ. സാർ. ശരി അച്ചു, സാർ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. കാരണം നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ഉള്ള നല്ല ഡാൻസും സ്റ്റെപ്സും എല്ലാം, എവറിത്തിങ് വാസ് ഗുഡ്. പാട്ടും നന്നായിരുന്നു. ഒറ്റ സ്ഥലത്ത് മാത്രമേ എനിക്കൊരു ശ്രുതി ചേരാതെ തോന്നിയുള്ളൂ. എന്തോ മോട്ടി മോട്ടി. कौन परदेसी तेरा दिल ले गया, मोटी मोटी ഇപ്പോഴും ഉണ്ട് ചോട്ടി ചോട്ടി ശ്രുതി. मोटी मोटी अखियों
मोटी मोटी അവിടെ പോണു. मोटी 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 ആ मोटी मोटी താ 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 താ. मोटी मोटी अखियों में आंसू दे गया. ഓക്കെ, അവിടെ മാത്രമേ എനിക്ക് ശകലം ഒന്നും തോന്നുള്ളൂ. ബാക്കിയെല്ലാം രസകരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒ.പി. നയ്യർ സാറാണ്. ഒപ്പീനിയർ. ഓക്കെ ലിറിക്സ് കമർ ജലാലബാദി സാറാണ്. ഓക്കെ. പാടിയിരിക്കുന്നത് ആശാ ഭോസ്ലെ മാമും മുഹമ്മദ് റാഫി സാറും. ഡ്യുവറ്റ്. മൂവി ഫാഗുൺ. എന്തായാലും നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. എക്സെപ്റ്റ് ആ ശകലം, അത് കുഴപ്പമില്ല. ഓക്കെ സാർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ സ്റ്റെപ്സ് ഒക്കെ വെച്ചത് അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. സിനിമ കാണുന്നത് മതിയോ? അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. അച്ചു സാർ നല്ല രസമുണ്ടായിരുന്നു അച്ചു. എനിക്ക് അച്ചുവിന്റെ ആ ശബ്ദം എനിക്ക് കുറെ ഇഷ്ടമായി. ഈ യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേൾക്കാൻ. അതെ. നല്ല Thank you, രസമുണ്ടായിരുന്നു അച്ചു. താങ്ക് യു സാർ. എനിക്ക് ആ മേരെ എന്താണ് പരദേശിയ അതൊന്ന് പാടാമോ? എന്തായിരുന്നു അവിടെ പറ്റിയത് ആ തുടക്കം? मेरे परदेसिया की यही है निशानी. ആ ഇപ്പോഴും ഒരു 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 ദുരൂഹത അതിന്റെ പിറകിലുണ്ട്. തീനാനാനി അങ്ങ് പിടിക്കേ. मेरे परदेसिया की यही है ആ ഒന്ന് निशानी. ചേർത്ത മോളെ മോള് വരുമ്പോ. मेरे परदेसिया की यही है निशानी. हाँ। अखियां बिलोर की शीशे की जवानी. വലിയ കായല്ലേ? ആ അതൊക്കെ ഒരു ക്ലാരിറ്റി വേണം. ഇറ്റ്സ് നൈസ്. എനിക്ക് ഇഷ്ടമായിടാ നിന്റെ ടോണും ആ ഡാൻസ്. എനിക്ക് അതിമനോഹരം. വണ്ടർഫുൾ. ഒരു താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അച്ചുമാ മാം നന്നായി മോളെ. താങ്ക് യു. ആദ്യം മുതൽ അവസാനം വരെ ഡോള് പോലെ ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കണ്ടായിരുന്നു അച്ചു. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. താങ്ക് യു മാം. മോൾക്ക് ഈ പാട്ട് അധികം കേട്ടിട്ടില്ല എങ്കിലും നന്നായി പാടി. നല്ല വോയിസ് ടെക്സ്ചർ മോൾ. ആ വോയിസ് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു മോളുടെ. എനിക്ക് തോന്നിയത് ആ ഫസ്റ്റ് പല്ലവി അവിടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതിനുശേഷം പിന്നെ അത് അങ്ങ് പിക്കപ്പ് ആയി. മേരെ പരദേശി അനുപല്ലവി സ്റ്റാർട്ടിങ് മോളെ അത് ആ ഒരു ലൈന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ ആ സ്കെയിൽ അങ്ങനെയായിരുന്നു അല്ലേ? ഒന്നൊന്ന് പാടിക്കാ ലൈന്. मेरे परदेसिया की. ആ അപ്പോഴും ഉള്ളില് ടെൻഷനാ. ഇല്ല കിട്ടോ അല്ലേ? പിന്നെ മോളെ ഗം ആണ് ചില സ്ഥലത്ത് ഹം എന്നാ കേൾക്കുന്നത്. കുറച്ചുകൂടി ആ ലിറിക്കിന് ക്ലാരിറ്റി ആവാം. അത് കൊറേ നേരം ഞാൻ നോക്കിയായിരുന്നു. ശ്രമിച്ചു. ഹാ വരരുത് എന്ന് നോക്കിയായിരുന്നു. ഏത് വരരുത്? ഹാ ഹാ. ഹാ. ആ. ചില സ്ഥലത്ത് ഹാ വന്നിരുന്നു, ഗം എന്ന് വന്നിരുന്നു. ചില സ്ഥലത്ത് മോൾ അറിയാതെ അത് ഹാ അങ്ങ് കൂടുതൽ കേറി വന്നിരുന്നു. ഒ.പി. നയ്യർ സാറിനെ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടു. എങ്ങനെയാ കാണാൻ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചറിയാം. കള്ളി പെണ്ണേ. എപ്പോഴും ഒരു തൊപ്പി ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്ര. നമ്മള് ഒ.പി. നയ്യർ സാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു തൊപ്പിയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം. എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് സർ, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. മസ്കറ്റില് ഷോയിന് വന്ന സമയത്ത് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ പാടാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട്, കാരണം നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. കുറേ മുന്നേ മോളുടെയൊക്കെ പ്രായത്തില് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലേക്ക് ഒരു 4 വരി ഒ.പി. നയ്യർ സാറിന്റെ തന്നെ. സാറിനറിയാം, വളരെ എല്ലാ മലയാളികൾക്കും അറിയാം. ഗീതാ ദത്ത് അവര് പാടിയ മാം പാടിയ ഒരു പാട്ടാണ്. बाबूजी धीरे चलना, प्यार में जरा संभलना. बड़े धोखे हैं इस राह में. बाबूजी धीरे चलना, प्यार में जरा संभलना. बड़े धोखे हैं इस राह में. बाबूजी धीरे चलना. അദ്ദേഹത്തിന്റെ എത്ര പാട്ടുകൾ ഇതുപോലെ. എനിക്ക് മോളിപ്പോ ഈ പാടിയ പാട്ട് കേട്ടപ്പം അതൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വന്നത്. എന്തായാലും നൈസ് സെലക്ഷൻ, നന്നായി മോള് പാടിയിട്ടുണ്ട്. ഇതിൽ ഡിക്ഷൻ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ആക്സെന്റ് ഉണ്ട്, ഒരു ഹിന്ദി ആക്സെന്റ് കൊണ്ടുവരാൻ പറ്റും മോൾക്ക്. പക്ഷെ വലിയ പരിക്കുകളില്ലാതെ കൊണ്ടുപോയി പാട്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. അച്ചു സാർ എല്ലാവരും നീ അങ്ങ് പാമ്പാക്കി. പാമ്പാക്കി. നന്നായിട്ട് പാടിവാണ്. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഈ അനുപല്ലവിയുടെ ബിഗിനിങ്,
അതുപോലെ ചരണത്തിന്റെ ബിഗിനിങ്ങിൽ ഡൂണ്ട് രഹേ, ആ ഇത് രണ്ടും മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഓഫായി. ബാക്കി നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് അച്ചുവിന്റെ ഈ 2 ടോണും ഭയങ്കര രസമാണ് കേൾക്കാൻ. അതിന് വലിയൊരു കൈയടി വേണം. താങ്ക് യു സർ. കാരണം ഇത് രണ്ടും ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മറ്റേ ടോണ് എനിക്കറിയാം ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഒരു ടോൺ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സുഖം. താങ്ക് യു. അപ്പൊ ഇത് രണ്ടും ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അച്ചുവിന് പറ്റും എന്ന് അച്ചു തെളിയിച്ചു. താങ്ക് യു സർ. അതിന് വലിയൊരു കൈയടി. ആ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ. അച്ചു സാർ 9.4. താങ്ക് യു സർ. താങ്ക് യു ഗുഡ് സർ. ഗുഡ് ഗുഡ്. അണലി സർ. അച്ചു സാർ അച്ചുവിന് 9.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. അച്ചു മാം അച്ചുവിന് നല്ല മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 18.8. താങ്ക് യു. സൂപ്പർ. നൈസ്, ഗുഡ് ഗുഡ്. ബൈ. Superstar.